ഹലോ. അങ്ങനെ എൻ്റെ മുഖത്തെ ഈ ഒരു ടെൻഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും എന്തായിരിക്കുമെന്ന്. അപ്പോൾ ചെറിയൊരു ടെൻഷനിലായിരുന്നു ഞാൻ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മലയുടെ മുകളിൽ നിന്ന് ഇത്രയും ശക്തിയായിട്ട് മണ്ണും കല്ലും വെള്ളവും ശക്തിയായിട്ടെന്ന് പറഞ്ഞാൽ അത്രയും ശക്തിയായിട്ട് ഒഴുകി വരുന്നൊരവസ്ഥ ഞാൻ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോക്ക് ചെറുതായിട്ട് എനിക്കുണ്ടായിരുന്നു. പേടിച്ചു ഞാൻ ശരിക്കും. കാരണം അവിടെ അത്ര സേഫുള്ളൊരു ഏരിയ അല്ല. പോരാത്തതിന് നല്ല മഴയും നല്ല ഇടിമിന്നലും ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇടിമിന്നലിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നല്ല ശക്തിയായിട്ട് കണ്ടു. അവിടെ കാണാനുണ്ട്. ഇതിലും നല്ല ശക്തിയിലായിരുന്നു. എനിക്ക് ഇടിമിന്നലൊക്കെ ഉള്ള കാരണം കൊണ്ട് വീഡിയോ എടുക്കാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പം കുറച്ചൊന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിൽ തന്നെ കാണാം മിന്നൽ അപ്പോഴും ഉണ്ട്. ഇത് നമ്മുടെ ഡ്രൈവറാണ് നമുക്ക് എടുത്തു തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു ബ്ലോക്കിലേക്ക് ഉള്ള യാത്രയിലായിരുന്നു, വെസ്റ്റ് ഫൈലിംഗ് ബ്ലോക്കിലേക്ക്. അപ്പോൾ ഇവിടുന്ന് ഇതാ ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്കിലേക്ക് നമ്മൾ എത്തും. പക്ഷെ നല്ല മഴ നമുക്ക് കിട്ടിയിരുന്നു. ആ മഴയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കടക്കാൻ ഇതൊന്ന് ക്രോസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. കാരണം നല്ല വലിയ കല്ലും മണ്ണൊക്കെ നിറഞ്ഞിട്ട് ആകെ ബ്ലോക്കായി. അപ്പോൾ തിരിച്ച് ഡ്രൈവർ ബാക്കിലേക്ക് വണ്ടി എടുത്തു. അപ്പം ഒപ്പം നമുക്ക് പിന്നാലെ വന്നവരെല്ലാവരും തന്നെ അവിടെ വണ്ടി ഒതുക്കിയിട്ടു. ആ 2 സൈഡിൽ നിന്നും വന്നവരൊക്കെ വണ്ടി ഒതുക്കിയിട്ടിട്ട് വെയിറ്റ് ചെയ്തു, ഇതിൻ്റെ ശക്തിയൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരിൽ കുറച്ച് പേര് തന്നെ ഇറങ്ങിയിട്ട് അവിടുത്തെ കല്ലും മണ്ണും ഒക്കെ കുറേശ്ശെ എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ രക്ഷയില്ല. കാരണം വണ്ടികൾക്ക് പോകാൻ പറ്റില്ല. ചക്രം നല്ലോണം താന്ന് പോവായിരുന്നു. അത്രമാത്രം നല്ല കല്ലും മണ്ണൊക്കെ ആയിരുന്നു വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ഞാൻ ശരിക്കും പേടിച്ചു പോയി കേട്ടോ. കാരണം ആ ഒരു വരവും പിന്നെ നല്ല ശക്തിയിൽ വലിയ കല്ല് വന്ന് വീഴണതും അതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ശരിക്കും പേടിയായി. അതിനിടയിൽ ഒരു കാറ് ഇങ്ങനെ കടന്നു പോകാൻ ശ്രമിച്ചപ്പം അത് നടന്നില്ല എന്നുള്ളതാണ്. ശരിക്കും മൺസൂൺ ആയി കഴിഞ്ഞാൽ ഇവിടങ്ങളിലൊക്കെ ലാൻഡ് സ്ലൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യാപകമാണ്. ഞാൻ വരുന്ന വഴിയിലൊക്കെ ഒത്തിരി ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് മരവും പാറക്കഷ്ണങ്ങളും വലിയ വലിയ പാറക്കഷ്ണങ്ങളൊക്കെ വീണ് റോഡ് ആകെ തവിട് പൊടി, എന്താ പറയുക, നമുക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത അത്രയും ഒരു റോഡായിട്ടായിരുന്നു റോഡൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ അതെല്ലാം ഞാൻ വീഡിയോ എടുത്തില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഭയങ്കര വന്നപ്പം, കാരണം റോഡിൽ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. നല്ല മഴയും ഇടിമിന്നലും ഇടിവെട്ടിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ ശബ്ദമായിരുന്നു. മിന്നൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മണ്ണൊലിച്ചിലും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഉള്ളുകൊണ്ടൊന്ന് ആന്തി എന്നുള്ളത് സത്യമാണ്. അപ്പോൾ വന്ന ആളുകളെല്ലാവരും കുറച്ച് പേരൊക്കെ അറിയിപ്പ് കൊടുത്തു. JCB വന്നു. അപ്പോൾ അതാ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു മലയാളീനെ കണ്ടുമുട്ടി കേട്ടോ. കൊല്ലം അഞ്ചൽക്കാരനാണ്. പെട്ടെന്ന് തന്നെ സന്തോഷം കൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്, അവരോട് സംസാരിച്ചപ്പോൾ. പക്ഷെ നമുക്ക് കൂടുതൽ സംസാരിക്കാനും പരിചയപ്പെടാനുള്ള സാഹചര്യം അല്ലായിരുന്നു. അങ്ങനെതാ നമ്മുടെ JCB നമ്മുടെ പണിയൊക്കെ തീർത്തിട്ട് മറ്റു എല്ലാ വാഹനങ്ങളെയും കടത്തി വിട്ടു കേട്ടോ. അപ്പോൾ നമ്മളും അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നു. അപ്പോൾ സത്യം പറഞ്ഞ ഈ ഒരു ഇച്ചിരി സമയം കൊണ്ട് ഞാൻ ഒത്തിരി വിഷമിച്ചു എന്നുള്ളതാണ്, സങ്കടപ്പെട്ടു. ഞാൻ എൻ്റെ സ്റ്റാറ്റസ് ഇട്ടു, വാട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്നു കാര്യങ്ങളെല്ലാം. ഇതാണ് കേട്ടോ സ്ഥലം. ഇത് ശരിക്കും കാണാൻ പറ്റില്ല, പക്ഷെ ഞാൻ രാവിലെ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എനിക്ക് ഒത്തിരി പേര് എൻ്റെ അടുത്ത് സേഫ് ആണോ എന്ന് ചോദിച്ചിട്ടും വാട്സപ്പ് മെസ്സേജ് എനിക്ക് അയച്ചു, കോൾ ചെയ്തു. അതൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ പോകുന്ന വഴിയെല്ലാം അപകടം നിറഞ്ഞിട്ടുള്ള വഴിയാണെന്നുള്ളതാണ് നമുക്കും അറിയാം. നമ്മുടെ ജോലിയുടെ ഒരു ഭാഗം അതാണ്. അപ്പോൾ കാരണം കൂടുതലും ഞാൻ നോർത്ത് ഈസ്റ്റിലാണ്. ഞാൻ മുൻപ് അരുണാചൽ പ്രദേശിലായിരുന്നു, അപ്പോൾ ഇപ്പം മിസോറാമിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഹിൽ ഏരിയയിലാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് അപകടം നിറഞ്ഞൊരു സ്ഥലം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെ DRPയുടെ വീട്ടിൽ നമ്മൾ സേഫായിട്ട് നമ്മൾ എത്തി. പിന്നെ അപ്പോൾ നമുക്ക് പുള്ളിക്കാരി ഡിന്നറൊക്കെ നമുക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറും അതുപോലെ തന്നെ മിസോബായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. മുട്ട ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ചപ്പാത്തിയും സോയാബീൻ മഞ്ചൂരിയനൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്.
ഓക്കെ ഓക്കെ അപ്പോൾ അതാ അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മീറ്റിങ്ങിന് പോവുകയാണ്. മീറ്റിങ്ങിൻ്റെ സമയം 7:30 ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് 7:30ക്ക് മുമ്പ് തന്നെ നമ്മളവിടെ യാത്ര ചെയ്ത് എല്ലാർപ്പീനെയും കൂട്ടിയിട്ട് നമ്മളവിടെ മീറ്റിംഗ് സ്ഥലത്തേക്ക് നമ്മളെത്തി. കുറച്ച് പേരും കൂടെ വരാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. സത്യത്തിൽ കറണ്ട് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. കറണ്ട് ഇല്ല. അപ്പോൾ റീചാർജ് ബൾബിൻ്റെ വെട്ടത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഓക്കെ ഓക്കെ താങ്ക് യു വെരി ഗുഡ് താങ്ക് യു പി. അപ്പോൾ ഇതാ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. കറണ്ട് ഇല്ലെങ്കിലും നമ്മൾ ഒപ്പിച്ചു. അതാ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇനി ഓഫീസിൽ പോകണം, സാറിനെ കാണണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. തിരിച്ച് നമ്മുടെ റയക്കിലേക്ക് വരണം. അപ്പോൾ ചെറിയൊരു ക്ഷീണം കാണുന്നില്ലേ? എനിക്ക് 2-3 ദിവസമായിട്ട് വയ്യ. കാരണം ചെറിയ രീതിയിൽ തലചുറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് ഫുൾ ബ്ലഡ് ചെക്കപ്പൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോർമലാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. ആദ്യം ഇത്തിരി എച്ച് ബി ലോവൽ എന്ന് പറഞ്ഞാൽ HBയുടെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു, കുറവായിരുന്നു. അപ്പോൾ അത് തന്നെയാണെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പം. പക്ഷെ കൂടാതെ എനിക്കിപ്പം ഷോൾഡർ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഒരു വൈക്ലഭ്യം മുഖത്ത് കാണാം. അപ്പോൾ ദാ ഇനിയിപ്പോൾ റെഡി ആയിട്ട് നമുക്ക് തിരിച്ച് ഒന്ന് മാർക്കറ്റ് വരെ പോകണം. മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് പച്ചക്കറി വാങ്ങാനുണ്ട്. അങ്ങനെ ഞാൻ ദാ റെഡിയായി. ഇന്നലത്തെ ഡ്രസ്സ് തന്നെയാണ്, വേറെ ഡ്രസ്സൊന്നും എടുത്തൊന്നുമില്ല. അപ്പോൾ ദാ ഇത് അവിടെ നിന്ന് എപ്പോഴോ പെട്ടെന്ന് വന്നൊരു മുതലാണ് കേട്ടോ. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായി തോന്നി. പക്ഷെ എൻ്റെ കൈയും കാലൊക്കെ ആകെ ചളി പിളിയിലായിട്ട് ഇരിക്കുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ആ, ഇതൊക്കെ എന്താ മേലാകെ ചളി പിളിയാണല്ലോ. അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ അതിനെ കുറച്ച് നേരമൊക്കെ വിളിച്ചു. അതിനെന്തോ നമ്മുടെ മലയാളം ഭാഷ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. നോക്കൽ മാത്രമേ ഉള്ളൂ, വരവൊന്നുമില്ല. അങ്ങനെ ഇതാ അവിടുത്തെ എന്തൊരു ശാന്തസുന്ദരമായ സ്ഥലമായിരുന്നു. ഇന്നലെ ഇതിലൊക്കെ വന്നേ, കറണ്ട് ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്കൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നലത്തെ മഴ താണ്ഡവമാടിയ സ്ഥലങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം നമുക്ക് മഴയില്ലാത്തപ്പോൾ അതൊക്കെ ആസ്വദിക്കാനായിട്ട് ശരിക്കും ഭയങ്കര രസമാണ്. ഈ വഴികളും ആയാലും സ്ഥലങ്ങളായാലും അതൊക്കെ ഒരു പച്ചപ്പ് നിറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഭയങ്കര ഭംഗിയൊക്കെ കാണാൻ. പക്ഷെ മഴ പെയ്താൽ ഇവിടെ ഭയങ്കര അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് പറയില്ലേ നമ്മൾ, അപകടമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാ നമ്മളങ്ങനെ മാർക്കറ്റിൽ പോവാണ്. അപ്പോൾ പോകുന്ന വഴിയാണ്. ഇനി മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി തിരിച്ച് DRPക്ക് കൊണ്ടുകൊടുത്ത് പുള്ളിക്കാരുടെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് തിരിച്ച് സാറിൻ്റെ അടുത്ത് പോയി BMMൻ്റെ അടുത്ത് പോയി നമ്മുടെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഡിസ്കഷനും നമുക്ക് ബാക്കിയുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് വരുന്നത്, നമ്മുടെ റേയക്കിലേക്ക് വരുന്നത്. അപ്പോൾ ഈ വരുന്ന വഴിയിൽ ഞാൻ എന്താ പറയുക, ഈ ഇന്നലെ അപകടം ഉണ്ടായല്ലോ ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ചെറിയൊരു വീഡിയോ ഒക്കെ ഏകദേശം ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ഇനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് കൂടുതലും എൻ്റെ യാത്രയിൽ ഉണ്ടായിട്ടുള്ള കുറേ അനുഭവങ്ങളും അങ്ങനെയൊക്കെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നല്ല രീതിയിലുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ലൈക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്തിട്ടായാലും ഒത്തിരി പുതിയ കൂട്ടുകാർ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട്. അതും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു അപേക്ഷ എനിക്ക് നിങ്ങളെല്ലാവരോടും ഉണ്ട്. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് തീർച്ചയായിട്ടും എനിക്ക് മുന്നോട്ട് പോകാനുള്ള എൻ്റെ എല്ലാ എന്താ പറയുക ഊർജം എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ബീൻസിൻ്റെ ഇലയൊക്കെ വെച്ചിട്ടുള്ള മിസോബായും പിന്നെ നമ്മുടെ സോയാബീൻ വറുത്തത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ സാറിനെ കണ്ടു. ഇതാണ് മുതൽ ഇന്നലെ അപകടം നടന്ന സ്ഥലം. ഇതാണ് കേട്ടോ സ്ഥലം. അപ്പോൾ ഇപ്പം
എന്ത് ഭംഗിയായിട്ടാണ് ഒഴുകണേന്നറിയോ. ഇന്നലെ ഇവിടെ താണ്ഡവമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം എന്നെ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. കമൻറ്റിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ. സീ യു. ബൈ.